നമുക്കറിയാം നമ്മുടെ ഒരു നൊമ്പരമായി സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവുകയും ചെയ്ത ആലിൻ ഷെറിന് നാട് വിട നൽകുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. സർക്കാരിൻ്റെ എല്ലാ ആദരവും കുട്ടിക്കുണ്ട്. നമുക്കറിയാം മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള സെലിബ്രിറ്റികളും ആലിനെ ഓർത്താണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റും ഇട്ടത്. ഇപ്പോൾ മോർച്ചറിയിൽ, മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിലെത്തിക്കും. 2 മണി വരെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. പൊതുദർശനത്തിന് ശേഷം നെടുങ്ങാടപ്പള്ളിയിലെ സെയിൻറ്റ് തോമസ് പള്ളിയിലാണ് ചടങ്ങുകൾ. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, എല്ലാവരും ഓർക്കുന്ന കുഞ്ഞ് ആലിൻ 4 പേരിലൂടെ ജീവിക്കുകയാണ്. ചടങ്ങുകൾ, നാടിൻ്റെ ആദരവുണ്ട്, ഒപ്പം വലിയൊരു ജനക്കൂട്ടം മന്ത്രിമാരടക്കമുള്ളവരെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ആലിന് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ആദരത്തോടും കൂടിയായിരിക്കും ആലിൻ്റെ സംസ്കാരം നടക്കുക എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നതാണ്. അപ്പോൾ നാടിൻ്റെ മുഴുവൻ ആദരമുണ്ടാവും, സംസ്ഥാന സർക്കാരിൻ്റെ ആദരമുണ്ടാവും. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ 4 പേരുടെ ജീവൻ നിലനിർത്താൻ ആലിൻ്റെ അവയവങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 4 പേരിലൂടെ ആലിൻ ഇപ്പോൾ ജീവിക്കുകയാണ്. ഇവിടെ അടുത്തുള്ള മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സെൻറ്റ് ജോസഫ് പള്ളിയിലാണ് ആലിൻ്റെ സംസ്കാരം നടക്കുക. വൈകുന്നേരം 3:30 അല്പസമയത്തിനകം ഇവിടെ മല്ലപ്പള്ളി സ്വകാര്യ ആശുപത്രിയിൽ വെച്ചിരിക്കുന്ന മൃതദേഹം അല്പസമയത്തിനുള്ളിൽ ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ അവരുടെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്, മല്ലപ്പള്ളിയിലെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും ചടങ്ങുകൾക്കായി ആളുകളും ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ എത്തിത്തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വൈകുന്നേരം 3:30 കൂടിയാണ് ആലിൻ്റെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുക. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ആദരത്തോടു കൂടിയായിരിക്കും സംസ്ഥാന സർക്കാർ ആലിന് എല്ലാ ആദരങ്ങളോടും കൂടി ഗാർഡ് ഓഫ് ഓണർ നൽകിയായിരിക്കും ആലിന് സംസ്കാരം നടക്കുക എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. നാടൊന്നാകെ ആലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആലിനെ ഒപ്പം, അതായത് മരണത്തിനൊപ്പം തന്നെ നാടിന് മുഴുവൻ മാതൃകയായി മാറിയ ഒരു 10 മാസം പ്രായമുള്ള കുഞ്ഞു മാലാഖ, അങ്ങനെയാണ് നാടിപ്പോൾ മലയാളി ഇപ്പോൾ ആലിനെ ഓർക്കുന്നത്. മലയാളം ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടുന്ന ഒരു പേരായി ആലിൻ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരവും ഏറ്റവും സന്തോഷകരവുമായുള്ള വാസ്തവം. എന്തായാലും നാട് മുഴുവൻ ഒരു ആളുകളങ്ങനെ പ്രത്യേകിച്ച് ഒരു വല്ലാത്തൊരു അന്തരീക്ഷം എന്ന് വേണം പറയാൻ ശരിക്കും. കാരണം വെച്ചാൽ അപ്രതീക്ഷിതമായത് മരണമായിരുന്നു. അതുമാത്രമല്ല, ഈ 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞു ചരിത്രത്തിൻ്റെ ഭാഗമാകുമ്പോൾ പോലും അതൊരു വാസ്തവമാണ്. പക്ഷേ അതിനോട് ചേർന്നുള്ള ഒരു തീരുമാനം അവരുടെ പാരൻസിൻ്റെ ആയാലും തീരുമാനം ചെറുതായിരുന്നില്ല. തീർച്ചയായും വലിയ ആദരം ആ കുഞ്ഞിനെ അർപ്പിക്കുകയാണ് സംസ്ഥാനം. ഒപ്പം ആ മാതാപിതാക്കൾ വേദനയോടുകൂടി എടുത്ത തീരുമാനം 4 പേർക്കാണ് പുതിയ ജീവൻ നൽകിയത് എന്നുള്ളതാണ്.